ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട റെസിപ്പി ബനാന ഡെസേർട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായി 2 പഴുത്ത ഏത്തപ്പഴം, ശർക്കര ചിരകിയത്, തേങ്ങ ചിരകിയത്, പിന്നെ നമ്മുടെ നാടൻ നെയ്യ്. ഞാനിവിടെ അമൂൽ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴത്തിൻ്റെ 2 അറ്റവും കട്ട് ചെയ്തതിന് ശേഷം തൊലി കളയുക. എന്നിട്ട് നടുവേ കട്ട് ചെയ്ത് 4 സ്ലൈസ് ആക്കുക. അതിനുശേഷം പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിഞ്ഞ ശേഷം നമുക്ക് തേങ്ങ, ശർക്കര എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനോ കരിയാനോ സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു പരുവം എത്തുമ്പോൾ ഇത് പാനിൽ നിന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കൊരു 3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബനാന ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.